സുഹൃത്തുക്കളെ, ഭാരതീയ ഔഷധസസ്യ പരിപാലന സമിതിയും കൺസ്യൂമർ ഫോറം സംയുക്തമായിട്ട് ഉള്ള ചോദ്യമാണ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്. അതിൽ കൺസ്യൂമർ ഫോറത്തിൻ്റെ സാരഥി കുഞ്ഞുക്കെയാണ് പ്രതികരിക്കുന്നത്. ചോദിക്കുന്നത് ഔഷധ സമിതിക്ക് വേണ്ടിയിട്ട് ഷെരീഫാണ്. മീറ്റർ വാടക ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് അഭിപ്രായം? വാടക അവർ ഇലക്ട്രിസിറ്റി ബോർഡ് കടലാസിലൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങി ഇലക്ട്രിസിറ്റി ബോർഡ് പരിശോധിച്ച് തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പ്രായോഗികമായിട്ട് വളരെ സാർവത്രികമായിട്ടില്ല. അവർ നമ്മളാളുകൾ അത് വേണ്ടതുപോലെ ജനങ്ങളിൽ ആ ബോധം അത് എത്തിയിട്ടില്ല, ആ സന്ദേശം. മാത്രമല്ല അതിൽ വേറെ പ്രശ്നം കൂടി ഉണ്ട്. ഇവർ വാടക വാങ്ങുന്നത് 14 രൂപ 15 രൂപ വാങ്ങുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയില്ല. അതുകൊണ്ട് അവർ വാടക വാങ്ങുന്നു. ആ കാര്യങ്ങൾ വേണ്ടത്ര ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തിയിട്ടില്ല എന്നാണ് അതിൻ്റെ കാര്യം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതി കാലാകാലങ്ങളായി പരിഷ്കരിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അത് വലിയൊരു ചർച്ചയ്ക്ക് വന്നതാണത്. അത് പലരും ഉപയോഗപ്പെടുത്തുന്നില്ല. കാരണം സ്വന്തം കുറ്റങ്ങൾ കണ്ടെത്താൻ ആരും തയ്യാറില്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും വലിയ ബാധ്യത വരുന്നത്. ജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന പണം കൊടുക്കുമ്പോൾ മറ്റൊരു സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഏജൻസികളുമായിട്ടൊരു കരാർ വെക്കുമ്പോൾ ആ കരാർ കാലാകാലങ്ങളിലായിട്ട് അത് പുതുക്കേണ്ട ഉത്തരവാദിത്തം ആ വൈദ്യുതി ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ തന്നെയാണ്. അത് അലക്ഷ്യമായിട്ട് അത് കാണാതെ പോയി കണ്ട് രണ്ടാമത് പുതുക്കിയ നിരക്ക് കൊടുക്കേണ്ടി വന്ന ഒരു ഗതികേട് ഈ കേരളത്തിനുണ്ടെന്നുള്ളതാണ്. സോളാർ പാനൽ പ്രായോഗികമാണോ എന്നുള്ളതാണ്. സോളാർ പാനൽ പ്രായോഗിക അല്ലാന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. പല സ്ഥലങ്ങളിലുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ നെടുമ്പാശ്ശേരിയൊക്കെ പോയി കണ്ടാൽ നമുക്കറിയും. അത് പക്ഷേ സാധാരണക്കാരന് കൊടുക്കുമ്പോൾ അതിൻ്റെ ഈ സൗകര്യം ഇപ്പോൾ ഈ 3 ഇതിനൊക്കെ കൊടുക്കുമ്പോൾ പിന്നെ അത് വെക്കുമ്പോൾ അപ്പോൾ 78,000 റുപ്യ കൊടുക്കുന്നു സർക്കാർ എന്ന് പറയും. പക്ഷെ അത് അപര്യാപ്തമാണ്. കാരണം ഇത് 25 കൊല്ലത്തെ ഗ്യാരണ്ടി ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്ത് എല്ലാം ചെയ്യുമ്പോൾ അതിന് ബാക്കിയുള്ള പണം ഒരു 1.5 ലക്ഷത്തോളം റുപ്യ ഉപഭോക്താവ് കൊടുക്കുന്നുണ്ട്. സർക്കാർ ആ കാര്യത്തിൽ KSEB വലിയ നഷ്ടം വഹിക്കുന്ന സർക്കാർ ആ കാര്യത്തിൽ നിരുത്തരവാദിത്തം കാണിക്കുന്നത്. എന്തുകൊണ്ട് KSEB നേരിട്ട് വീടുകൾക്ക് ഒരു 90% സബ്സിഡി കൊടുത്തുകൂടാ? അതാണ്. അങ്ങനെ വന്നാലേ അത് പ്രായോഗികമാകും. പിന്നെ എന്താണ് ഈ ഫിക്സഡ് ചാർജ്? അത് ഏറ്റവും വലിയ ചർച്ചയല്ലേ. നമ്മളൊക്കെ ഈ പ്രാവശ്യം അവർ വിളിച്ചില്ല. മറ്റേതൊക്കെ സാധാരണഗതിയിൽ ഈ കൺസ്യൂമർ ഓർഗനൈസേഷനിൽപ്പെട്ട ആളുകളെ ഇത്തരം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനായാലും ഒക്കെ വിളിക്കേണ്ടത് നിയമമുണ്ട്. പക്ഷേ വിളിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അവരാ മറുപടി പറയണ്ടേ. ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് ആ കംപ്ലയിൻറ്റ്. അത് വേണ്ടത് ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ ആരോരും അറിയാത്ത ഒരു ചാർജ്. നമ്മളിപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ഒരു ഫോർ എക്സാമ്പിൾ പറയാം, ഒരു ചെറിയ 35 മീറ്ററിൽ ഒരാൾ വീട്ടിലേക്ക് നമ്മൾ വാങ്ങുമ്പോൾ ആ ഉപകരണത്തിൻ്റെ വില തന്നെയാണ് 1850 2000 റുപ്യ നമ്മൾ കൊടുത്ത് ഈ ഉപഭോക്താവ് കൊടുക്കുന്നത്. മാത്രമല്ല എക്സാമിനേഷൻ ഫീസ് എന്ന് പറഞ്ഞിട്ട് അത് വേറെ വാങ്ങുന്നുണ്ട്. അവിടെ വന്ന് പരിശോധിക്കുന്നുണ്ട്. ഈ വയറിങ് സുതാര്യമാണോ നോക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ഫീസുകളൊക്കെ വാങ്ങി വന്ന് നോക്കിയതിന് ശേഷം ഈ പണം അടക്കാൻ പറയുമ്പോൾ ആ കാര്യത്തിൽ ഈ ഫിക്സഡ് ചാർജ് എന്തിനാണെന്നില്ല അവരാ പറയേണ്ടത്. കാരണം എന്തിനാണ് ജനങ്ങളിൽ നിന്ന് അന്യായമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരു ബില്ലിൽ കണ്ട നിരവധി ഇനങ്ങളുണ്ടാവും. ആ ഇനങ്ങളൊക്കെ അവിക്കതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കോഷൻ ഡെപ്പോസിറ്റ് 3 മാസത്തെ കൊടുക്കുന്ന പോലെ ആ ടാക്സ് വാങ്ങുന്നുണ്ട്. നമ്മൾ കാലാകാലങ്ങളായിട്ട് പൈസയൊക്കെ കൊടുക്കും. പിന്നെ അതിന് പിഴ പലിശ അത് KSEB വിക്കതാക്കുന്നുണ്ട്. പിന്നെ ഈ ഇലക്ട്രിസിറ്റി ബില്ല് മലയാളത്തിലാക്കിയാൽ എന്താ ഏറ്റവും നല്ലതല്ലേ? നമ്മൾ അതന്നെയല്ലേ കൺസ്യൂമർ ഫോറം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ 100% സാക്ഷരത എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന ആളുകൾ മലയാളത്തിൽ ഇവിടെ മാവേലി സ്റ്റോറിൽ വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കുറേ കാര്യങ്ങൾ എഴുതിക്കൊണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. ഇവിടെ ഈ പറഞ്ഞ എല്ലാവരും ഇംഗ്ലീഷുകാരാണോ? എന്തുകൊണ്ടാണ് സാധാരണക്കാരന് ഇവിടുത്തെ പാവങ്ങൾക്ക് അത് മനസ്സിലാവുന്ന പച്ച മലയാളത്തിൽ ആ ബില്ല് കൊടുത്തുകൂടാ? അവർ സോഫ്റ്റ്വെയർ പരിഷ്കരിക്കാം. എന്തുകൊണ്ട് കഴിയുന്നില്ല? പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിനും അത് ബാധകമാണ്. കേരള സർക്കാരിന് കൊടുക്കുമ്പോൾ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ മിക്കതും തമിഴ് ഭാഷയിലായിരിക്കും. ഏതെങ്കിലും ഒരു ഭാഷയിൽ മാത്രമേ അവർ ഉണ്ടാവുള്ളൂ, മറ്റേ ഇംഗ്ലീഷിൽ. പക്ഷേ കേരളം ഏറ്റവും വലിയ അക്രമം കാണിക്കുന്നത് മലയാളീകരിക്കാൻ കഴിയാത്ത ഒരുജാതി ആൾക്കാരെ വെച്ച് കാണാണ്. പിന്നെ ഈ മീറ്ററിൽ കാണിക്കുന്ന അക്കങ്ങൾ സാധാരണക്കാരന് മനസ്സിലാകണില്ലല്ലോ. അപ്പോൾ ഈ മനസ്സിലാകുന്ന രീതിയിൽ എന്താ അവർക്ക് വെച്ചാൽ അത് വലിയൊരു ഇതാണ്. അവർ പറയും എല്ലാവർക്കും അത് ഒരമർത്തി ഞങ്ങൾക്ക് മുൻകാലത്തെ റീഡിങ് അറിയും, മറ്റേ ഒന്നും കൂടി അമർത്തി അത് കിട്ടും. അതാ ആ പറഞ്ഞത് ഇവിടെ ആർക്കും അറിയാം. ഞാൻ ചോദിക്കട്ടെ, ഒരു 10 സ്ഥലത്തേക്ക് ഞാൻ ചാലഞ്ച് ചെയ്യണം. 10 വീട്ടുകൾക്ക് ഒരു പോട്ടെ, 9 വീട്ടുകാർക്കും അത് നോക്കാൻ കഴിയില്ല. എന്നിട്ട് അതൊരു ബോധം
ഒരു കാര്യം ചെയ്യണ്ടേ, സെക്ഷനിൽ മാസങ്ങളിലോ അല്ലെങ്കിൽ 2 മാസങ്ങളിലോ 3 മാസങ്ങളിലോ എന്തൊരു ബോധവൽക്കരണം നടത്തണ്ട. ഞാൻ പറയുന്ന അടിസ്ഥാനപരമായിട്ട് പറയേണ്ടതല്ല, സുതാര്യമായിട്ട് ഈ ഇലക്ട്രോണിക് യുഗത്തിൽ അത് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു മീറ്റർ ഉണ്ടാക്കിയാൽ എന്താ കുഴപ്പം, ഒരപകടം. ഓക്കെ, ഞങ്ങൾ ഔഷധ സമിതിക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ കൺസ്യൂമർ ഫോറത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വെക്കാനുള്ള നിർദ്ദേശമാണ്. ഇത് ഇലക്ട്രിസിറ്റി സ്വീകരിക്കുമോ സ്വീകരിക്കൂല നമുക്കറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് പറയേണ്ടത് പറയാതിരിക്കാൻ പറ്റില്ല. ഓക്കെ.